സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് തുടക്കം മുതൽ ചില ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. ആ സംശയം ബലപ്പെടുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പെരിന്തൽമണ്ണ സ്വർണ്ണക്കവർച്ചാ കേസിൽ ബാലഭാസ്കറിന്റെ മുൻ ഡ്രൈവർ അർജുൻ അറസ്റ്റിലായതോടെ 6 വർഷത്തിനിപ്പുറം ബാലഭാസ്കറിന്റെ മരണം വീണ്ടും ചർച്ചയാവുന്നു. മരണത്തിൽ സ്വർണ്ണക്കടത്ത് ലോബിക്ക് ബന്ധമുണ്ടോ? ഈ വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് ലോബിക്ക് ബന്ധമുണ്ടെന്ന് അച്ഛൻ KC ഉണ്ണി പറയുന്നു. നിയമ പോരാട്ടത്തിൽ ഇതുവരെയും നീതി ലഭിച്ചില്ലെന്നും സ്വർണ്ണക്കടത്ത് സംഘത്തെ രക്ഷിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെയും CBIയുടെയും ശ്രമമെന്നും പിതാവ് കുറ്റപ്പെടുത്തി. അതവനെ കൊന്നതാണെന്നുള്ളത് തന്നെ എനിക്ക് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. CBI അന്വേഷിച്ചിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർക്ക്. ഇല്ല, അത് നമ്മള് മറ്റേ അപേക്ഷയൊക്കെ കൊടുത്ത് CBI വന്ന് അവർ ചോദ്യം ചെയ്തു എന്ന് പറയണു. അറിഞ്ഞൂടാ, റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കിയാൽ അറിയാവും എങ്ങനെയാണെന്ന്. ആദ്യത്തെ റിപ്പോർട്ടിലൊന്നും കിട്ടിയില്ല എന്നാ പറയണേ. രണ്ടാമത്തെ റിപ്പോർട്ടും കൊടുത്തു, അതിനകത്തും പുതിയതായിട്ടൊന്നും ഇല്ലെന്നാണ് പറയണായിട്ട്. അല്ല, അടുത്താന്ന് പറഞ്ഞാൽ അവൻ അവരുടെ കൂടെ ഡ്രൈവറായിട്ട് നടന്നിരുന്നതല്ലേ. ധാരണയിൽ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ ഡ്രൈവർമാരാണല്ലോ. അത് മാത്രമല്ല, അവൻ നേരത്തെ 1-2 കേസിൽ, ക്രിമിനൽ കേസിൽ പുള്ളിയാണ്. ഒരു ATM കവർച്ചയുടെ കേസ്, ഒരു ഭവനവേദന കേസ്, ഇങ്ങനെ 2-3 കേസുകളൊക്കെ ഉണ്ടായിരുന്നു അവന്റെ പേരില്. ഈ കള്ളക്കടത്ത് മാഫിയ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു വലിയ സംഘമാണ്. അവരെ സംരക്ഷിക്കാനല്ല അവനെന്തിനാ വഴങ്ങിയെന്ന് തന്നെ വേണം പറയാൻ. അപേക്ഷയൊക്കെ കൊടുത്ത് CBI വന്ന് അവർ ചോദ്യം ചെയ്തു എന്ന് പറയണു. അറിഞ്ഞൂടാ, റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കിയാൽ അറിയാവും എങ്ങനെയാണെന്ന്. ആദ്യത്തെ റിപ്പോർട്ടിലൊന്നും കിട്ടിയില്ല എന്നാ പറയണേ. രണ്ടാമത്തെ റിപ്പോർട്ടും കൊടുത്തു, അതിനകത്തും പുതിയതായിട്ടൊന്നും ഇല്ലെന്നാണ് പറയണായിട്ട്. ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുമായി കുടുംബത്തിന് ഒരു ബന്ധവും ഇപ്പോൾ ഇല്ല. ഫോണിൽ വിളിച്ചാൽ പോലും അവർ പ്രതികരിക്കാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മളോട് എതിർപ്പ് വരേണ്ട കാര്യമില്ല അവർക്ക്, പക്ഷെ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ ടേംസ് മോശമൊന്നുമല്ല, വേറെ സംസാരമോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇൻഷുറൻസ് കമ്പനിക്കാരൻ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ അവർക്ക് കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു, നമുക്ക് എന്താ ഒബ്ജക്ഷൻ, നിങ്ങൾ നിയമം അനുസരിച്ച് ചെയ്തു, അവർക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുക്കണം, നമുക്ക് കിട്ടിക്കോട്ടെ, നമുക്കതിൽ എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എത്ര രൂപ കിട്ടി? ഒരു പോളിസി തന്നെ 1,12,00,000 രൂപ, ഇത് 22 ലക്ഷം രൂപ മറ്റോ ഒരൊറ്റ പോളിസിയിൽ കിട്ടി. പിന്നെ ഇരട്ടി പൈസയാണല്ലോ ആക്സിഡന്റിന്. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഈ പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ചാ കേസിൽ 13 പേർ പോലീസിന്റെ പിടിയിലായിരുന്നു. ഇതിലാണ് ബാലഭാസ്കറിന്റെ മുൻ ഡ്രൈവർ അർജുനും അറസ്റ്റിലായത്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റിലായത്. ഇതോടെ 6 വർഷം മുൻപ് നടന്ന ബാലഭാസ്കറിന്റെ ദുരൂഹമരണം വീണ്ടും ചർച്ചയാവുന്നുണ്ട്. അതിൽ തുടക്കം മുതൽ കുടുംബം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആരോപണം സ്വർണ്ണക്കടത്ത് ലോബിക്ക് ബാലഭാസ്കറിന്റെ മരണത്തിൽ പങ്കുണ്ട്, അതിൽ ബന്ധമുണ്ട് എന്ന ആരോപണങ്ങൾ തുടക്കം മുതൽ ഉന്നയിച്ചതാണ്. പക്ഷെ പോലീസ്, ക്രൈംബ്രാഞ്ച്, CBI ഒക്കെ അന്വേഷിച്ചിട്ടും അത്തരമൊരു ദുരൂഹതയില്ല എന്നും സ്വാഭാവിക അപകട മരണമെന്നുമായിരുന്നല്ലോ കണ്ടെത്തൽ. ഇപ്പോൾ അർജുൻ ഈ കേസിൽ, സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായതോടെ ഈ കേസിൽ ഇനി ഈ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഏതെങ്കിലും രീതിയിലുള്ള ഈ സ്വർണ്ണ കടത്ത് സംഘത്തിലേക്ക് എത്താവുന്ന രീതിയിലുള്ള എന്തെങ്കിലും തുമ്പ് ലഭിക്കാൻ സാധ്യതയുണ്ടോ? ടോം, 2018 സെപ്റ്റംബർ 25-ാം തീയതിയാണ് ബാലഭാസ്കറും മകളും തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിൽ പള്ളിപ്പുറത്ത് വെച്ച് വാഹനാപകടത്തിൽ മരണപ്പെടുന്നത്. അന്ന് മുതൽ തന്നെ ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട ചില അസ്വാഭാവികതകളുണ്ട്, ചില ദുരൂഹതകളുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ബാലഭാസ്കറിന്റെ അച്ഛനടക്കം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അതേ തുടർന്ന് ആദ്യം ഈ കേസിൽ പോലീസ് അന്വേഷണം നടത്തുന്നു, പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നു. അതിൽ വിശ്വാസമില്ല എന്ന കുടുംബം മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയതിന് പിന്നാലെ മുഖ്യമന്ത്രി തന്നെ ഈ അന്വേഷണം CBIക്ക് കൈമാറാൻ ഉത്തരവിടുന്നു. അങ്ങനെ CBI ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം നടത്തി CBI കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. പക്ഷേ ഈ 3 തലങ്ങളിൽ നടന്ന അന്വേഷണത്തിലും എത്തിയത് ഒരേ നിഗമനത്തിലേക്കായിരുന്നു. അത് അർജുൻ അശ്രദ്ധമായും അലക്ഷ്യമായുമാണ് വാഹനം ഓടിച്ചത്. അത് അമിത വേഗതയിലായിരുന്നു ഈ വാഹനം സഞ്ചരിച്ചിരുന്നത് എന്നതാണ്. അതിനപ്പുറത്തേക്ക് അതിന് പിന്നിൽ മറ്റ് ദുരൂഹതകൾ എന്തെങ്കിലും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു തെളിവുകളും പോലീസിൻ്റെയോ ക്രൈംബ്രാഞ്ചിൻ്റെയോ അല്ലെങ്കിൽ CBIയുടെ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിലൊന്നും കണ്ടെത്തിയില്ല. ഇങ്ങനെയൊരു റിപ്പോർട്ട് CBI കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഈ ബാലഭാസ്കറിന്റെ പിതാവ് KC ഉണ്ണി
അതിനെതിരെ ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്നത്. അതിൽ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടാകുന്നു. അവിടെ കോടതിയുടെ മുമ്പിൽ രണ്ട് പ്രധാനപ്പെട്ട സംശയങ്ങൾ വരുന്നു. അതിലൊന്ന്, എന്തിനാണ് ഈ അർജുൻ വാഹനം ഓടിച്ചത് അർജുനായിരുന്നിട്ടും അത് ബാലഭാസ്കർ ആണ് എന്ന് മൊഴി മാറ്റി പറഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വാഹനത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്, അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് അല്ലെങ്കിൽ അത് പിന്നീട് മരണം സംഭവിക്കുന്ന തരത്തിലേക്ക് മാറിയത് ബാലഭാസ്കറും മകളും മാത്രമാണ്. അർജുന് അങ്ങനെ സാരമായി പരിക്കേറ്റിരുന്നില്ല. ഇങ്ങനെ രണ്ട് സംശയങ്ങൾ കോടതിയുടെ മുമ്പിലേക്ക് വരുന്നു. അതിലെ അവ്യക്തതകൾ നീക്കണം, അതിൽ വിശദമായ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിടുന്നു. ആ കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ CBI ഈ കേസിൽ വീണ്ടും പുനരന്വേഷണം നടത്തുന്നു. ആ പുനരന്വേഷണത്തിലും യാതൊരു തരത്തിലും ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് CBI സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉള്ളത് എന്ന സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിനിടയിലാണ് പെരിന്തൽമണ്ണയിൽ സ്വർണ്ണ വ്യാപാരികളുടെ പക്കൽ നിന്ന് 3.5 കിലോ സ്വർണം തട്ടിയെടുത്ത 13-അംഗ സംഘത്തിൽ ബാലഭാസ്കറിന്റെ മുൻ ഡ്രൈവർ കൂടിയായ അർജുനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ തന്നെ പെരിന്തൽമണ്ണ DYSP അടക്കം ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ സംഘത്തിന് ഈ ബാലഭാസ്കർ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട അപകടത്തിൽ യാതൊരു തരത്തിലുള്ള പങ്കുമില്ല, അത്തരത്തിൽ അതിനെ തമ്മിൽ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്നാണ്. പക്ഷേ ഈ അർജുന്റെ പശ്ചാത്തലവും അർജുനുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ ആരോപണങ്ങളും ഇപ്പോൾ ഈ പിതാവ് മുമ്പോട്ട് വെക്കുന്ന ആരോപണങ്ങളുമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ചില കോയിൻസിഡൻസ് ഉണ്ട്. ആ കോയിൻസിഡൻസ് ആണ് ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതകൾ ഉണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അവിടെ CBIയുടെ അന്വേഷണത്തിൽ ഇപ്പോൾ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് CBI സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരാമർശങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ്സ്, അർജുനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന അലിഗേഷൻസ്, ആരോപണങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ നിയമവഴിയെ CBI ഉദ്യോഗസ്ഥരെ അറിയിക്കും എന്നാണ് ബാലഭാസ്കറിന്റെ പിതാവ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ കൂടുതലായിട്ട് എന്തെങ്കിലും കണ്ടെത്താനുള്ള സാധ്യത ഇനി എത്രത്തോളമാണ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുണ്ട്. അവിടെയാണ് ഈ കുടുംബം വർഷങ്ങളായി ആവർത്തിക്കുന്ന ആരോപണങ്ങളുടെ ആക്കം കൂടുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചതുപോലെ ഈ പിതാവ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നതിന് കാരണമുണ്ട്. കാരണം അർജുൻ അന്ന് മൊഴി മാറ്റാനല്ല വാഹനം ഓടിച്ചതെന്ന് മൊഴി മാറ്റി പറയുന്നു. അതിനുശേഷം നിരവധി ക്രിമിനൽ കേസുകളിൽ അർജുൻ ഉൾപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഏറ്റവും ഒടുവിൽ പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ കവർച്ചാ കേസിൽ അതിൽ ഈ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സഹായം ഒരുക്കിയതും ഈ സ്വർണ്ണ കവർച്ചയിൽ ഗൂഢാലോചന നടത്തിയതിലും അർജുന് പങ്കുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ CBIയെ സംബന്ധിച്ച് ഇത് വർഷങ്ങൾക്ക് ശേഷമാണ് CBIയുടെ കൈവശം ഈ കേസിന്റെ അന്വേഷണം CBI ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം വലിയ വെല്ലുവിളി നിറഞ്ഞ കാര്യം തന്നെയായിരുന്നു. പഴയ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കേസായതുകൊണ്ട്, 6 വർഷം മുൻപ് നടന്ന കേസായതുകൊണ്ട് ഏത് രീതിയിൽ ഈ കേസിലേക്ക് ഈ സ്വർണ്ണ കവർച്ചാ കേസ് സംഘത്തിന് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിന് ഇതിൽ പങ്കുണ്ടെങ്കിൽ CBIക്ക് അത് എങ്ങനെ എത്താൻ കഴിയും, അതിലേക്ക് എത്താൻ കഴിയും? ഈ അർജുൻ പലതവണ മൊഴി മാറ്റി പറയുന്നതടക്കം ഈ കേസിൽ വലിയൊരു വെല്ലുവിളിയല്ലേ? അങ്ങനെയെങ്കിൽ അർജുനെ വീണ്ടും ചോദ്യം ചെയ്യുക, ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ അങ്ങനെ ബന്ധമുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ അവരിലേക്ക് അന്വേഷണം നീങ്ങുക, അത് എത്രത്തോളം പ്രായോഗികമാണ് ഈ കേസിൽ ഡാൻ? ഉയർന്നു വന്ന ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് അത് വസ്തുനിഷ്ഠമായി തെളിയിക്കുന്നതിന് ഉപോത്ബലമാകുന്ന ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് കൃത്യമായി 3 തലങ്ങളിൽ നടത്തിയ അന്വേഷണത്തിലും ഈ ദുരൂഹത ഉണർത്തുന്ന തരത്തിലേക്ക് അന്വേഷണം എത്തിക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കപ്പെടുന്നത്. പിന്നെ ഈ പ്രധാനമായി ഈ അപകടം നടന്ന സമയത്ത് ഈ വാഹനത്തിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തു മാറ്റുന്നത് കണ്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളുമായി നേരത്തെ ചില ആളുകൾ രംഗത്ത് വന്നു. അവരുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നു. പക്ഷേ അതൊന്നും തെളിയിക്കാൻ പറ്റുന്ന ഒന്നും പിന്നീട് ഉണ്ടായിട്ടുമില്ല. അന്വേഷണം ഇനി അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ തരത്തിൽ തന്നെ നടത്തിയാലും നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി തെളിവുകൾ കണ്ടെത്തുക എന്നതാണ്. ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് ഇത് തെളിയിക്കാൻ കഴിയുന്ന ശാസ്ത്രീയമായിട്ടുള്ള എവിഡൻസ് അത് എവിടെ നിന്ന് ലഭിക്കും എന്നതായിരിക്കും അന്വേഷണ സംഘം നേരിടാൻ പോകുന്ന വെല്ലുവിളി. അതല്ല എങ്കിൽ അർജുനെ ആരെങ്കിലും അങ്ങനെ ഒരു ആയുധമായി ഉപയോഗിച്ചതാണോ,
അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? അങ്ങനെ ഒരു അപകടം സൃഷ്ടിച്ചതിലൂടെ ആ കാരണക്കാർക്കുണ്ടായ നേട്ടം എന്താണ്? ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം വേണ്ടിവരും. എന്തായാലും അർജുനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് ATM തട്ടിപ്പുമായി ബന്ധപ്പെട്ടും ഭവനഭേദനവുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ തന്നെ ചില ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്ന് പിന്നീട് മനസ്സിലാക്കിയെന്നും KC ഉണ്ണി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി ഇതുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിൽ അല്ലെങ്കിൽ ഈ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങളോട് ലക്ഷ്മിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നിലവിൽ തുടരന്വേഷണ റിപ്പോർട്ടിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഇത് അപകടമരണം തന്നെയാണ് എന്ന നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഡാൻ, നിലവില് ഈ പെരിന്തൽമണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് അർജുൻ അറസ്റ്റിലായിട്ടുണ്ട്. സ്വാഭാവികമായും നിലവിൽ പോലീസിന്റെ അല്ലെങ്കിൽ റിമാൻഡിലുള്ള ഈ പ്രതിയെ ഈ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം CBIയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ്, പെരിന്തൽമണ്ണ കവർച്ചാ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഈ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ കടത്ത് സ്വർണ്ണക്കടത്ത് സംഘത്തിന് അല്ലെങ്കിൽ സ്വർണ്ണ കവർച്ചാ സംഘത്തിന് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? അതിൽ CBI ഉദ്യോഗസ്ഥരാണ് വ്യക്തത വരുത്തേണ്ടത്. അവർ ഔദ്യോഗികമായി അങ്ങനത്തെ പ്രതികരണങ്ങളൊന്നും മാധ്യമങ്ങളോട് നടത്താറില്ല. സ്വാഭാവികമായി കോടതിയിൽ നിന്നാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ പിന്നീട് ലഭിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, CBI തന്നെ ആദ്യം ഒരു ഘട്ടത്തിലും രണ്ടാമത് കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് വീണ്ടും അന്വേഷണം നടത്തുന്ന പശ്ചാത്തലമുണ്ട്. അന്ന് കണ്ടെത്താൻ കഴിയാത്ത ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് വീണ്ടും അർജുനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നത് അത് കൃത്യമായി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. കാരണം ഈ തുടരന്വേഷണ റിപ്പോർട്ട് ഇതിനോടകം തന്നെ CBI കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അവിടെ കോടതി ഇതിൽ വാദം കേട്ടതിന് ശേഷം ആ റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷമായിരിക്കും കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കുക. അപ്പോൾ ഇതിനോടകം CBI സംഘം തന്നെ 2 തവണ അന്വേഷണ സംഭവത്തിൽ അങ്ങനെ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് CBIക്ക് സംഭവിച്ച ഗുരുതരമായ വീഴ്ചയായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിനോടകം തന്നെ അർജുൻ ഉൾപ്പെടെയുള്ളവരെ വിശദമായി മൊഴിയെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്താനായി മണിക്കൂറുകൾ ചോദ്യം ചെയ്യുകയും ചെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചോദ്യം ചെയ്തിട്ടും അസ്വാഭാവികമായി ഒന്നുമില്ല എന്നാണ് ഈ 2 റിപ്പോർട്ടുകളിലും ഉള്ള പരാമർശം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയാണ് ഇപ്പോൾ അർജുനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് കുടുംബം നിയമവഴികളിലൂടെ വീണ്ടും കോടതിയെ സമീപിക്കുമ്പോൾ CBIയുടെ ഭാഗത്തു നിന്ന് എന്ത് നിലപാടായിരിക്കും ഈ വിഷയത്തിൽ എടുക്കുക എന്ന കാര്യമാണ് ശ്രദ്ധേയം. അവിടെ ഇതൊരു അപകടമരണം തന്നെയാണ്, അതിനപ്പുറത്തേക്ക് മറിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വാദം CBI വീണ്ടും കോടതിയിൽ ആവർത്തിക്കുന്ന പശ്ചാത്തലമാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്ത് തുടർ നീക്കമായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നതാണ് ഇനി കാത്തിരുന്നറിയാനുള്ളത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് ശൃംഖലയിലേക്കും അന്വേഷണം നീങ്ങണം, ആ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ് ബാലഭാസ്കറിന്റെ അച്ഛൻ ആരോപിക്കുന്നത്.